എൻ്റെ പൊന്നു കോൺഗ്രസ്, നിങ്ങൾ എന്തുവായി കാണിക്കുന്നത്? 10 വർഷം പിണറായിയെ സഹിച്ച് അതിനുശേഷം നിങ്ങൾക്കൊരു നല്ലൊരു മാൻഡേറ്റ് തന്ന് ഇന്നിപ്പോൾ 7 ദിവസമായി റിസൾട്ട് വന്നിട്ട്, എന്നിട്ട് ഇതുവരെയും നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇതിൻ്റെ അലവലുകൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും വിമർശിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ജനതയും നിങ്ങളുടെ തന്നെ പാർട്ടിക്കാരും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ പാർട്ടി പ്രവർത്തകർക്കെല്ലാം അച്ചടക്ക നടപടികളെല്ലാം നടത്തി അവരെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. VD സതീശന് അനുകൂലമായിട്ട് ഫ്ലെക്സ് വെച്ചുകൂടാ, ഒന്നും ചെയ്തുകൂടാ. പക്ഷേ ഈ പറയുന്ന കേരളത്തിലെ 3/4 ജനങ്ങളും അനുകൂലിക്കുന്നത് VD സതീശനെയാണ്. അതിൽ പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല ഉള്ളത്, പാർട്ടി പ്രവർത്തകരെക്കാളും കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ. അതുകൊണ്ട് ജനങ്ങൾ ചിലപ്പോൾ പോസ്റ്റർ വെച്ചെന്നിരിക്കും, സമരം ചെയ്തെന്നിരിക്കും, മാത്രമല്ല തെരുവിലിറങ്ങി പ്രതിഷേധിച്ചെന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറഞ്ഞ പാർട്ടി പ്രവർത്തകരെ എല്ലാം ഭീഷണിപ്പെടുത്തുന്നത് പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ജനങ്ങളെയും പാർട്ടിയിൽ നിന്ന് പിരിച്ചു വിടാനായിട്ട് പറ്റുമോ? നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമല്ല ഈ ഒരു മാൻഡേറ്റ് നിങ്ങൾക്ക് തന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച ഒരു മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു, അവരുടെ മുഖത്തുള്ള ഒരു അടിയായിരുന്നു. അതുകൊണ്ട് അവർ കുറച്ചൊക്കെ പാഠങ്ങൾ പഠിച്ചു തുടങ്ങി എന്നുള്ളത് അവരുടെ മുന്നണികളിൽ നിന്നും അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഇത് 10-15 ദിവസം ആയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഈ കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നത് 10 വർഷങ്ങൾ കൊണ്ടാണ് ഞങ്ങളെ പിണറായി സർക്കാർ വെറുപ്പിച്ചതെങ്കിൽ കേവലം ഒരു 8 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിലുള്ള മുഴുവൻ ജനതയുടെയും വെറുപ്പും ഇനി നിങ്ങളെ വോട്ട് ചെയ്ത് ഇനി അധികാരത്തിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. അതിന് നിങ്ങളെ സമ്മതിച്ചേ പറ്റുള്ളൂ. സമ്മതിച്ചിരിക്കുന്നു.